ഒരുപാട് കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. ലിപ്ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നടലെ വേറൊരു ക്യാമറാമാനും മാറിയും തിരിഞ്ഞു എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കടകടച്ച് കുത്തിയിട്ടിട്ട് ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. किसी दिन मुस्कुरा कर ये तमाशा हम भी देखेंगे किसी दिन मुस्कुरा कर ये तमाशा हम भी देखेंगे എങ്ങനെയാ പാട്ട് ആപ്റ്റാണ്. നമ്മുടെ റിനാസുനിക്ക് ഇപ്പൊ ഈ ഒരു പാട്ട് ആപ്റ്റാണ് അല്ലെ. ഈ ഒരു തമാശ ഇപ്പൊ നടക്കുന്ന തമാശ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും കാണും എന്ന് മുമ്പേ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ലിപ് ലോക്ക് ചെയ്യാൻ പറഞ്ഞു, പൊക്കിളിൽ ഇങ്ങനെ മുന്തിരി കടിച്ചെടുക്കാൻ പറഞ്ഞു, വൾഗറായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു, എന്നെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട അടി നടക്കുന്നുണ്ട് ഇവിടെ. ഒരു സൈഡിൽ ഈ പറയുന്ന ഷഫീന ബീബി സംവിധായകന്റെ ബൈറ്റ് എടുത്തിട്ട് കൊണ്ട് ഈ പറയുന്ന രണാസുന കഞ്ചാവ് അടിച്ച് സിന്തറ്റിക് അടിച്ച് MDMA അടിച്ച് അടിഞ്ഞാടുന്ന വീഡിയോകൾ പുറത്തു വിടുന്നു. അതിന്റെ ഇപ്പുറത്ത് ഇവൻ പാരയാണ്, ഇവൻ ലവനാണ്, ഇവൻ തേർഡ് റേറ്റ് ആണ്, ഇവൻ ചെറ്റയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണാസുന ഇപ്പുറ സൈഡില് രണാസുനെ കുറേവര് ഈ പറയുന്ന എന്താണ് വിളിപ്പിക്കുന്നു, അവരുടെ കുറേവര് ഇവിടെ ഇരുന്ന് കറപ്പിക്കുന്നു. ഇതിന്റെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ആ രീതിയിൽ സമൂഹം നമ്മളെ കാണത്തുള്ളൂ. നീ എന്താണ് ഡെലിവർ ചെയ്യുന്നത് അത് മാത്രം നിനക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അത് അപ്പോ ഈ രണാസുന പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പിന്നെ കാര്യങ്ങൾ, ദ്വയാർത്ഥങ്ങൾ, പലപ്പോഴും ചെയ്തിട്ടുള്ള റീലുകൾ, അശ്ലീല ചുവയോട് കൂടിയുള്ള സംസാരങ്ങൾ അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ പറയുന്ന സംവിധായകൻ ഈ ഭാഗത്താണോ ശരി, അങ്ങേര് പുണ്യാളനാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഏതൊക്കെ ഉണ്ട് ആദ്യം നമുക്കൊന്ന് കാണാം. അതെന്നെ അറിയണു. അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷയൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ചു വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബമാണല്ലോ സിനിമയാണല്ലോ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് ഇവരെ ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. പാവട സത്യം പറഞ്ഞ ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നത്. ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുത്തില്ല. നമ്മൾ അവിടെയുള്ള ഓൺലൈൻ മീഡിയക്കാരും എല്ലാവരും കൂടെ വിളിച്ച് 1 മണിക്കൂർ മാറി എന്നു പറഞ്ഞില്ലേ, അത് ചായ അടിക്കാൻ പോയത് വെള്ളം അടിക്കാൻ വേണ്ടി പോയതല്ല എന്നുള്ളതാണ്. അതുമല്ല എന്നെ റൂമിൽ കൊണ്ടിട്ട് ഞാൻ മദ്യപിച്ച് മൊതാലസയായി അവനെ കയറി പിടിക്കുന്നത് ചിത്രീകരിക്കണം. അതുപോലെ എന്നെ മലത്തിയിട്ടിട്ട് എന്റെ പൊക്കിളിൽ ഒരു മുന്തിരി വെച്ചിട്ട് അത് കടിച്ചെടുക്കുന്നത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവളുടെ ഭാര്യ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു. ചെയ്യ് എന്ന് പറഞ്ഞു. അതുപോലെ അവര് പറഞ്ഞു നിങ്ങൾ ലവൻ എടുത്ത് വെക്കുമ്പോ, അതായത് നമ്മുടെ ദാസനും നമ്മുടെ പ്രതീക്ഷയൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിനക്ക് പ്രശ്നമല്ലല്ലോ, ഇപ്പൊ എന്ത് പ്രശ്നം, ന്യായമായ ക്വസ്റ്റ്യൻ. അപ്പോൾ അവരെടുക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എടുക്കുന്നത് ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് നമ്മുടെ നായിക തുറന്നടിച്ചു എന്നുള്ളതാണ്. ഇതാണ് സംഭവം. ഇതിനകത്ത് ഈ സംവിധായകനെ ഒരു തരത്തിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അവൻ എവിടെ ഊറ്റി പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് രണാസുനെ വിളിച്ചിട്ട് ഇതുപോലുള്ള സീനുകളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അതിനാരാണ് ഉത്തരവാദി? താങ്കൾ തന്നെയാണ് ഉത്തരവാദി. താങ്കൾ എന്താണ് സമൂഹത്തിലേക്ക് കൊടുത്തത്? ഞാൻ ആരാണ് എന്നൊരു പിക്ചർ താങ്കൾ സമൂഹത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ്
ഇവിടെ എല്ലാത്തിനും കാരണം. മനസ്സിലായി? അതായത് വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ വട ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതുമല്ല, എന്താണ് ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പരസ്യമായിട്ടിരുന്ന് വിളിച്ചു പറയുക. ഇപ്പൊ തന്നെ കുറെ എണ്ണത്തിന് നിരത്തി നിന്ന് തന്റെ കാല് തൊടയ്ക്കപ്പുറമുള്ള കാലുകൾ നീട്ടിയിട്ടിട്ട് എന്റെ കാലിനോടാണ് താല്പര്യം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ശരീര പ്രദർശനം സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ഇവിടെ സബ്സ്ക്രിപ്ഷൻ വഴി പൈസ അടച്ച് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ തന്റെ ശരീരഭാഗങ്ങൾ, തന്റെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ഇന്നലെ ഇപ്പൊ പറയുന്നത് ഈ ഐസ്ക്രീം കുടിക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഇങ്ങനെ നക്കി കുടിക്കും. അത് എന്താണെന്ന്, അത് ആരാണ് അങ്ങനെയുള്ള റീലിട്ട്, എന്ത് ഉദ്ദേശത്തിലാണ് ആ ഐസ്ക്രീം പിന്നീട് നക്കി കുടിക്കുന്ന ഒരു സാധനം ഇട്ട്? അത് ഈ പറയുന്ന പോൺ സൈറ്റുകൾ അല്ലെങ്കിൽ സെമി നൂഡ് ആയിട്ടുള്ള ഈ കാണിക്കുന്നവര് ഈ മറ്റേ അർത്ഥത്തിൽ അത് പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഐസ്ക്രീമും ഈ മുട്ടായി ഉറിഞ്ചുന്നതും ഒക്കെയുള്ള റീലുകൾ ഇടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് സമൂഹത്തിലേക്ക്, ഞാൻ എന്താണ്, താങ്കൾ ഒരു ലേബിൾ ചെയ്തൊരു സാധനം അയച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോളുകൾ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. താങ്കൾ എന്താണ് സമൂഹത്തിലേക്ക് പ്രൊജക്ട് ചെയ്ത് വെക്കുന്നത്, അത് തന്നെയാണ്. ഇതൊക്കെ അഭിനയമല്ലേ? താങ്കൾ ഇതൊക്കെ അഭിനയമല്ലേ? ഇത്രയും ആൾക്കാർ കൂടെ നിന്നത്, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ചല്ലേ നമ്മൾ അഭിനയിക്കുന്നത്, അല്ലാതെ ഒരു റൂമിൽ അടച്ചിട്ടല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതും അഭിനയം തന്നെയാണ്. ഈ പറയുന്ന പൊക്കിള് ഈ മുന്തിരി വെച്ചിട്ട് കടിച്ചെടുക്കുന്ന നല്ല സീനാണെന്ന് ഒരിക്കലും പറയില്ല. അത് വന്നിട്ട് നമ്മളെ ഉറപ്പായിട്ട് ഇരുന്ന് അലക്കി കൊന്നേനെ, അത് വേറൊരു കേസ്. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം അവർക്ക് എങ്ങനെ കിട്ടി? ഞാൻ ഏത് രീതിയിലുള്ള സംഭവം, പണമാണ് വലുത്. നിങ്ങൾ പറഞ്ഞു എനിക്ക് പണമാണ് വലുത്, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ താങ്കൾ അതിനെ വിളിക്കും. അതുപോലെ രണാസുന അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു ആക്ടർ അല്ലെ ഒരു നാടക നടി എന്തോ ആയിക്കോട്ടെ, അവരെ എന്തിന് ഈ പറയുന്ന നമ്മുടെ സീതാദേവിയുടെ ക്യാരക്ടർ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുമോ? അമൃതാനന്ദ മണിയുടെ ക്യാരക്ടർ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുമോ? ഇല്ല. ഇതിന് വേണ്ടിയിട്ടേ വിളിക്കത്തുള്ളൂ. താങ്കൾ ഒരു സെമി നൂഡ് ആയിട്ടുള്ള ഇതുപോലുള്ള പിന്നീട് എ സർട്ടിഫിക്കറ്റ് വെറും എ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഒരാളായി ചിത്രീകരിച്ചത് താങ്കൾ തന്നെയാണ്. സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തത് താങ്കൾ തന്നെയാണ്. തന്നല്ലോ, ഒരു ലൈസൻസും ഇല്ലാത്ത ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സമൂഹത്തിൽ ഇട്ടുകൊടുത്തത് താങ്കൾ തന്നെയാണ്. അതിന്റെ അനന്തരഫലമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. താങ്കളെ ആര് വിളിച്ചാലും ഇതുപോലുള്ള, അതായത് ദാസേട്ടൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതീക്ഷ ചെയ്യാത്ത അതിനേക്കാളും അപ്പുറമുള്ള എക്സ്ക്ലൂസീവ് സാധനങ്ങൾ നമുക്ക് വേണം എന്നറിഞ്ഞുകൊണ്ട് വിളിക്കുന്നവരാണ്. അല്ലാതെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ വേണ്ടി താങ്കളെ ആരെങ്കിലും വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു പിന്നീട് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ വരിച്ച് ശരീര പ്രദർശനവും അവിടെയും ഇവിടെയും വയറും തുടയും ഒക്കെ കാണിച്ചിരുന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഒരു അമ്മയുടെ റോൾ ഒന്നും ഇല്ലാത്ത ആരെങ്കിലും വിളിക്കും? ഇല്ല. ഒരു ഇതിന്റെ അപ്പുറം കാണാൻ വേണ്ടി പ്രേക്ഷകർ വരുന്നവരാണ്. ഈ പറയുന്ന രണാസുരയുടെ സംഭവം കാണാൻ വരുന്ന പ്രേക്ഷകർ എങ്ങനെയാണ്? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്ന് കാണാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താങ്കൾ ഈ പറയുന്ന വിതയ്ക്കുന്നത് കൊയ്യത്തുള്ളൂ എന്നുള്ളത്. നിങ്ങൾ എന്താണ് വിതച്ചത്? നിങ്ങൾ ഈ സെക്സ് ആണ് അല്ലെങ്കിൽ ആ ലൈംഗികതയാണ് വിതച്ചത്, അത് തന്നെയാണ് കൊയ്യാൻ വേണ്ടി. അത് കൊയ്യാൻ വേണ്ടി തന്നെയാണ് ഓരോരുത്തർ വരുന്നത്. അടുത്തത് ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ് ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചെന്നു, സ്വാഭാവികം. ഇനി ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും, അങ്ങനെ പിന്നീട് വേറെ പലതിനും വിളിക്കും താങ്കൾ. മനസ്സിലായോ? വേറെ പലതിനും താങ്കളെ വിളിക്കും. ഇത് കാരണം ഈ കണ്ടതൊക്കെ മടുത്തു. അതാണ് സബ്സ്ക്രിപ്ഷന്റെ കേസ് ഞാൻ പറഞ്ഞത്. ഒരു പരിധി ആവുമ്പോൾ താങ്കളിപ്പം കുറച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതൊക്കെ അവർക്ക് മടുക്കും. ഇനി അതിട്ടാൽ ഓടാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ താങ്കൾ ഇവിടെ ചെയ്യുന്നതോ അല്ലെങ്കിൽ എടുത്തു വെക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. ഇതൊന്നും ആൾക്കാർക്ക് ഒരു താല്പര്യം. ഇനി കൂടുതൽ കാണണം. ഇപ്പം ലിപ് ലോക്ക് ഒരിടത്തും ചെയ്തില്ല, അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഓടും. അല്ല, അവൻ പൈസ മുടക്കുന്നതിനാണ്. ഇവിടെ ഒരാളെല്ലാം എന്തിനും തയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് അവൻ ലിപ് ലോക്ക് സിനിമയിൽ ആരും ചെയ്യുന്നില്ല, ആൽബത്തിൽ ആരും ചെയ്യുന്നില്ലേ. അതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് ലിപ് ലോക്ക് ചെയ്യണമെന്ന്. അത് ഒരു വ്യക്തത വരുത്താനുള്ളത് താങ്കളാണ്. താങ്കൾ പറയുന്നു എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കാമേ. ഇതൊന്ന് അടുത്തത് കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു.
ശരി രേണു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമെ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് ഡ്രസ്സിന്റെ കേസാണ് പറയുന്നത്. ഡ്രസ്സ് ഈ പറയുന്ന കേസുകളൊന്നും ഇന്നത് ഇടണമെന്നൊന്നും ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവർ വോയിസ് അയച്ചു, ഞാൻ കേൾക്കാതൊക്കെ വോയിസ് നിങ്ങൾ തമ്പടിക്കും. ഇതെന്തൊരു ന്യായോടെ? ഒന്നി നിങ്ങൾ അതായത് നിങ്ങളുടെ ഡയറക്ടറാണ്, നിങ്ങളുടെ ഒരു ആൽബത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന ഡ്രസ്സാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ താങ്കൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. അത് കേൾക്കാതെ തമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് കേട്ടില്ല, ഞാൻ ഒന്നും കേട്ടില്ല, വേറെ തമ്പ്. അതെന്താണ്? അത് വേറെ ആരുമല്ല, താങ്കളുടെ അടുത്ത ആൽബത്തിലുള്ള ഡയറക്ടറാണ് താങ്കളുടെ കോൺടാക്ട് ചെയ്തത്. അത് കേൾക്കാതെ ഞാൻ തമ്പ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡ്രസ്സിന്റെ കേസിൽ ഇതാ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ. ഈ ഡ്രസ്സിന്റെ കേസ് ഇതാണ്. ഈ ഡ്രസ്സ് കണ്ടോ, ഈ ഡ്രസ്സ് ഇത്രയാണ് ഡ്രസ്സ് ഉള്ളത്. ഈ ഡ്രസ്സിൽ എന്താണ് അപ്പോ ഈ പറയുന്ന പിന്നെ രേണു സുധിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു ഈ സംവിധായകൻ. അപ്പോ രണാസുന പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ സെറ്റ്, ഇതൊക്കെ ഞാൻ ഏറ്റു എന്നുള്ള സാധനം കൊടുത്തിരിക്കുന്നു. പിന്നീട് നേരത്തെ കിട്ടിയാലേ ഷേപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഷേപ്പ് ചെയ്യാൻ എന്നിട്ട് പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തൊട്ട് താഴെ ഹീൽ സൈസ്, എന്റെ ഹീലിന്റെ സൈസ്, അതായത് ചെരുപ്പിന്റെ സൈസ് 36 ആണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് രണാസുന അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഏത് ഡ്രസ്സാണ്? ഈ ഡ്രസ്സാണ്. അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് 4 ദിവസം മുമ്പ് ഇവർക്ക് കിട്ടണം, ഇവർക്ക് ഷേപ്പ് ചെയ്യണം. അപ്പൊ ഇവർക്ക് 4 ദിവസം മുമ്പേ കിട്ടിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇനി ഈ ഡ്രസ്സ് തന്നെയാണോ കൊണ്ടു കൊടുത്തത്? ഇനി മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാമേ. ഇത് അപ്പൊ ഇനി ഇതിനർത്ഥം എന്താണ്? ഇവള് ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വേറെ ഇത് കേട്ടോ, രേണു അവിടെ എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവങ്ങളോ വല്ല നടന്നിട്ടുണ്ടോ രേണുവിനെതിരെ? അത് നടന്നേനെ. ഇവര് കൂട്ടം കൂടിയിട്ട്, അതായത് കുറെ എന്റെ സുഹൃത്തുക്കളായാലും മീഡിയക്കാര് പുറത്തായിരുന്നു അവരെല്ലാം. ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായോ? ഷഫീന ബീവി ഓരോരുത്തടത്തും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. ഇവര് പലയിടത്തും കൊട്ടേഷൻ. ഈ വിപിനാലും അവനും മാറി അവന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റും അതുപോലെ ഇവന്റെ വൈഫും അതുപോലെ വേറൊരു ക്യാമറാമാനും മാറിയും തിരിഞ്ഞു എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കടകടച്ച് കുത്തിയിട്ടിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചാടിപ്പോന്ന് ഇത്രയും ബഹളം വെച്ചത്. അതുകൊണ്ട് ഇവര് നിന്ന് പറയാണ് ആ ഡ്രസ്സ് എടുത്ത്, ആ ഡ്രസ്സില് നീ ചെയ്യാവുള്ളൂ, ശരീരഭാഗം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ്. എനിക്ക് എന്തായാലും തെളിവ് വേണമല്ലോ. ഞാൻ കഥ കുറ്റിയിട്ടിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് ആ ഡ്രസ്സിന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പരിപാടി. എനിക്കറിയാം എവിടെയോ എന്തോ ഒരു ചതി മണത്തുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അത് ഇട്ടുകൊണ്ട് ഞാൻ ആൽബം ചെയ്യത്തില്ല. ഇനി അത് സിനിമയാണെങ്കിൽ പോലും എനിക്ക് കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് തന്നെ. അതായത് സുഗുണ എന്താണ് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതായത് അവിടെ വെച്ച് ആൽബം ഷൂട്ട് ചെയ്യാൻ കുറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തെന്നാ പറയുന്നത്. എന്തിന് ഫോട്ടോ എടുത്തത്? സബ്സ്ക്രിപ്ഷനിൽ ഇടാനാണോ ഫോട്ടോ എടുത്തത്? ആയിരിക്കും. സബ്സ്ക്രിപ്ഷനിൽ ചിലപ്പം സബ്സ്ക്രിപ്ഷൻ ചെയ്തവര് പോയി നോക്കുക, അവിടെ ചിലപ്പോൾ ഫോട്ടോ കാണും. മനസ്സിലായോ? അങ്ങനെ ഒരു ഫോട്ടോ അവിടെ കാണും എന്നുള്ളതാണ്. അപ്പോൾ ഇവൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് സബ്സ്ക്രിപ്ഷനെ കൊണ്ടിട്ട് എന്നിട്ടാണ് പറയുന്നത് പറ്റില്ല എന്നുള്ളത്. ഇതില് ഈ പറയുന്ന സംവിധായകന്റെ ഭാര്യ ഈ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുന്നത്. ആ വീഡിയോ വരുമ്പോൾ അറിയാം എന്താണ് ആ ഡ്രസ് ഇട്ടതിന് ശേഷം രണാസുനയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു വിഷയമാണ്. നമസ്കാരം, രേണുസതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ ഈ ഷഫീന തെർസ്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിലും പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാക്കപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു പറ്റില്ല. ഇവർ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മള്
ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ രേണുന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടുമായിപ്പോയി. അത് അവരടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ, എനിക്കങ്ങനെ പറയാലോ. എന്തൊക്കെയാടേ. എടാ റെനാസിനെ വില കൂടിയ ചെരുപ്പൊക്കെ അവർ അടിച്ചു മാറ്റിയെന്നാണ് റെനാസിന് പറയുന്നത്. റെനാസ് ഞാൻ നിങ്ങളുടെ ആഭരണം തൊട്ടിട്ടേ ഇല്ല, ഞാൻ ആഭരണം മോഷ്ടിച്ചിട്ടില്ല, എനിക്ക് കൊണ്ടു തന്നു, എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും പുതിയ ക്ലിപ്പുകൾ ഉടനെ ഇറങ്ങും. അപ്പൊ ഇതിന്റെ സത്യവും സത്യാവസ്ഥയൊക്കെ അറിയാം, സത്യവും കള്ളമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിന് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇതൊക്കെ വരുത്തി തീർത്തത് ഈ ഒരു സംഭവം വരും. താങ്കൾ എന്താണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് താങ്കളെ ലേബൽ ചെയ്ത് കൊടുക്കുന്നത്, അതനുസരിച്ചുള്ള സാധനമേ താങ്കൾക്ക് കിട്ടത്തുള്ളൂ. താങ്കളെ ഒരിക്കലും മദർ തെരേസയുടെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടിലും വിളിക്കത്തില്ല, മനസ്സിലായോ? താങ്കളെ ഇതുപോലുള്ള റോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ വിളിക്കുള്ളൂ. കാരണം ഇതാണ് താങ്കൾ പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ദ്വയാർത്ഥ പ്രയോഗങ്ങളും, എല്ലാ ഈ പറയുന്ന ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരിക്കുമ്പോഴും, ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിൽ വന്നിരുന്ന എല്ലാം തുറന്നു കാണിക്കുമ്പോഴും ആൾക്കാരെന്ത് വിചാരിക്കും? ഒരു സംവിധായകൻ താങ്കളെ കോൺടാക്ട് ചെയ്യുമ്പോൾ താങ്കൾ എന്താണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? ഇതിനെക്കാട്ടും വലുതായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കിട്ടിയാൽ അവന് പണം കിട്ടും. താങ്കൾക്ക് മാത്രം പണം കിട്ടിയാൽ പോരല്ലോ, അവനും പണം കിട്ടണമല്ലോ. പക്ഷെ അവിടെ മാറുന്നത് നമ്മൾ എങ്ങനെ സമൂഹത്തിൽ നമ്മളെ കാണണം, സമൂഹം നമ്മളെങ്ങനെ കാണണമെന്ന് തീരുമാനിക്കാനുള്ളത് നമ്മളാണ്. നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നതനുസരിച്ചാണ് സമൂഹം നമ്മളെ വിലയിരുത്തുന്നത്, മനസ്സിലായി? ഇനിയും വരുന്ന ഈ പറയുന്ന സംവിധായകരായിക്കോട്ടെ, ഈ പറയുന്ന ആൽബം ഷൂട്ട് എന്തോ അവർ ഇത് ഉദ്ദേശിച്ച് തന്നെയാണ് തങ്ങളുടെ ശരീരഭാഗങ്ങൾ വിൽക്കുക, താങ്കളെ കൊണ്ട് കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യിപ്പിക്കുക. അതിപ്പോ ലിപ് ലോക്ക് ആയിക്കോട്ടെ, അതിപ്പോ ഈ പറയുന്ന പൊക്കിളിൽ നിന്ന് ഈ മുന്തിരി കടിച്ചെടുക്കുന്ന സീൻ ആയിക്കോട്ടെ, അങ്ങനെ പല വൾഗറായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള ഷൂട്ടുകൾ താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. താങ്കൾ അതാണ് എന്ന് താങ്കൾ പലവട്ടം പറയുന്നുണ്ട് എന്നുള്ളതാണ്, പലവട്ടം താങ്കൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ള പൊന്നു റെനാസുന, വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിടുകണം. ശരി.